നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധമായിരുന്നാലും ശരി, കാലാവസ്ഥ വ്യതിയാനമായിരുന്നാലും ശരി, ഇതെല്ലാം കൊണ്ട് ലോകത്തിൽ പകുതിയിലധികം ആളുകൾ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇങ്ങ് കേരളത്തിൽ കഴിഞ്ഞ 2 ദിവസമായിട്ടാണ് നേരിയ ആശ്വാസമെങ്കിലും കാലാവസ്ഥ വ്യതിയാനത്തിൽ ഉണ്ടാകുന്നത്. ആശ്വസിക്കാൻ വരട്ടെ, വരുന്ന 2 ദിവസവും കൂടി ശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ട് ഏറ്റവും ഒടുവിലായി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിട്ടതേയുള്ളൂ. ഏതായാലും ചില പ്രവചനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ലോക പ്രശസ്ത ഈ ബൾഗേറിയൻ പ്രവാചകയായിട്ടുള്ള ബാബ വാൻഗഡയുടെ 2026ലേക്കുള്ള പ്രവചനങ്ങൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. ബാബയുടെ 2026ലേക്കുള്ള 2 പ്രവചനങ്ങൾ ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞുവെന്നാണ് അവരുടെ അനുയായികൾ അവകാശപ്പെടുന്നത്. എന്നാൽ ഇതിലും ഭീതിജനകമായ മറ്റു 3 പ്രവചനങ്ങൾ കൂടി ഈ വർഷം മനുഷ്യരാശിയെ കാത്തിരിക്കുന്നുണ്ടെന്ന ചർച്ചകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. 1996 അന്തരിച്ച ബാബ വാങ്കഡ 2026 വൻ പ്രകൃതി ദുരന്തങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യരെ ജോലി സ്ഥലങ്ങളിൽ നിന്ന് വ്യാപകമായി മാറ്റി സ്ഥാപിക്കുന്നതും പ്രവചിച്ചിട്ടുണ്ടെന്നാണ് ചിലരുടെ വാദം. ഈ വർഷം ലോകത്ത് നടന്ന ചില പ്രധാന സംഭവ വികാസങ്ങളെ മുൻനിർത്തിയാണ് അവർ ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ ഇനി വരാനിരിക്കുന്ന പ്രവചനങ്ങൾ കൂടുതൽ ഭയപ്പെടുത്തുന്നതും അവിശ്വസനീയവുമാണ്. ഭാവിയിൽ മനുഷ്യരാശിയെ കാത്തിരിക്കുന്നത് വൻ ദുരന്തങ്ങളാണെന്നും ഇവർ പ്രവചിച്ചു. ആഗോള പ്രകൃതി ദുരന്തങ്ങൾ. ബാബ വാങ്കയുടെ 2026ലേക്കുള്ള ആദ്യ പ്രവചനം ലോകമെമ്പാടും ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചായിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ മ്യാൻമാറിൽ വൻ നാശനഷ്ടങ്ങൾ വിതയ്ക്കുകയും ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ എടുക്കുകയും ചെയ്ത 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ മുൻനിർത്തിയാണ് അനുയായികൾ ഈ പ്രവചനം സത്യമാണ് എന്ന് അവകാശപ്പെടുന്നത്. കൂടാതെ സ്പെയിൻ, പോർച്ചുഗൽ, ഗ്രീസ്, ഇറ്റലി, ഫ്രാൻസ് എന്നിവിടങ്ങളിലുണ്ടായ കാട്ടുതീയും കടുത്ത ഉഷ്ണതരംഗവും ഏഷ്യൻ രാജ്യങ്ങളിലെ പ്രളയവും US-ലെ ശക്തമായ കൊടുങ്കാറ്റുകളും ഇതിന് തെളിവായി ഇവർ നിരത്തുന്നുണ്ട്. എന്നാൽ ഈ പ്രകൃതി ദുരന്തങ്ങൾ എവിടെ എപ്പോൾ സംഭവിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും ബാബ വാങ്കയുടെ പ്രവചനങ്ങളിൽ ഇല്ലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഭൂകമ്പങ്ങളും പ്രളയങ്ങളും കാട്ടുതീയും എല്ലാ വർഷവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിക്കുന്നതിനാൽ ഇത്തരം ഒരു പൊതുവായ പ്രവചനത്തെ ഏതൊരു ദുരന്തവുമായും ബന്ധിപ്പിക്കാൻ എളുപ്പമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും തൊഴിൽ നഷ്ടവും. രണ്ടാമത്തെ പ്രവചനം നിർമ്മിത ബുദ്ധിയുടെയും തൊഴിൽ മേഖലയിലെ യന്ത്രവൽക്കരണത്തിന്റെയും വളർച്ചയെക്കുറിച്ചാണ്. മനുഷ്യൻ തൊഴിൽ ശക്തിയെ യന്ത്രങ്ങൾ വൻതോതിൽ മാറ്റി സ്ഥാപിക്കുമെന്ന് ബാബ വാങ്ക പ്രചരിച്ചിരുന്നതായി ഇവർ പറയുന്നു. എന്നാൽ AI ടെക്നോളജി പതിറ്റാണ്ടുകളായി വികസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മാത്രമല്ല, ബാബ വാങ്ക എപ്പോഴാണ് ഈ പ്രവചനം നടത്തിയത് എന്നതിനോ അവർ കൃത്യമായി എന്താണ് പറഞ്ഞത് എന്നതിനോ യാതൊരുവിധ ഔദ്യോഗിക തെളിവുകളുമില്ല. വരാനിരിക്കുന്ന 3 ഭീതിജനകമായിട്ടുള്ള പ്രവചനങ്ങൾ. ബാബ വാങ്കയുടേതായി പ്രചരിക്കുന്ന അവസാനത്തെ 3 പ്രവചനങ്ങൾ തികച്ചും ആകുലത ഉണർത്തുന്നവയാണ്. നവംബറിലെ അന്യഗ്രഹ ജീവി സന്ദർശനവും ഭീമാകാരമായ ബഹിരാകാശ പേടകവും. ശേഷിക്കുന്ന പ്രവചനങ്ങളിൽ ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ഒന്നാണ് ഭൂമിക്ക് പുറത്തുള്ള ജീവന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ളത്. ബാബ വാങ്കയുടെ പ്രവചനങ്ങളുടെ വ്യാഖ്യാനം അനുസരിച്ച് ഒരു ഭീമാകാരമായ ബഹിരാകാശ പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് മനുഷ്യർ ഗ്രഹ ജീവികളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്യും. വരുന്ന നവംബറിൽ മാസത്തിലാണ് ഈ സംഭവം നടക്കുക എന്ന് അനുയായികൾ കൃത്യമായ സമയപരിധി പ്രവചിക്കുന്നുണ്ട്. US സർക്കാർ അജ്ഞാത ആകാശ പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള രഹസ്യരേഖകൾ പുറത്തുവിട്ട പശ്ചാത്തലത്തിൽ ഇത്തരം പ്രവചനങ്ങൾ കൂടുതൽ പ്രചാരം നേടിയിട്ടുണ്ട്. എന്നാൽ തിരിച്ചറിയാൻ കഴിയാത്ത വസ്തുതകൾ ആകാശത്ത് കാണപ്പെടുന്നു എന്നതുകൊണ്ട് അത് അന്യഗ്രഹ പേടകങ്ങൾ ആകണമെന്നില്ല. അത്തരം വസ്തുതകൾ പിന്നീട് ഡ്രോണുകളോ വിമാനങ്ങളോ ബലൂണുകളോ സാറ്റലൈറ്റുകളോ അന്തരീക്ഷ പ്രതിഭാസങ്ങളോ അല്ലെങ്കിൽ സെൻസർ തകരാറുകളോ ആയി സ്ഥിരീകരിക്കപ്പെടാറുണ്ട്. 3ാം ലോക മഹായുദ്ധം. 2026 ഏറ്റവും ഭയാനകമായ മറ്റൊരു പ്രവചനം 3ാം ലോക മഹായുദ്ധത്തിൻ്റെതായിരുന്നു. ചൈന തായ്വാനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമെന്നും റഷ്യയും US-ഉം തമ്മിലുള്ള തർക്കങ്ങൾ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വഴിമാറുമെന്നും ബാബയുടെ പ്രവചനങ്ങളെ പിന്തുടർന്നവർ അവകാശപ്പെടുന്നു. എന്നാൽ നിലവിൽ തായ്വാൻ സ്വയംഭരണ പ്രദേശമായി തുടരുകയാണ്. റഷ്യയും US-ഉം തമ്മിൽ നേരിട്ടൊരു യുദ്ധത്തിലേക്ക് കടന്നിട്ടുമില്ല ഇതുവരെ. എന്നിരുന്നാലും യുക്രൈൻ യുദ്ധം, വൻ ശക്തികൾ തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളും ഈ പ്രവചനത്തിന് വീണ്ടും ജനശ്രദ്ധ നേടിക്കൊടുക്കുന്നുണ്ട്. പുടിന്റെ ഭരണമാറ്റം.
റഷ്യയെ കേന്ദ്രീകരിച്ചാണ് അവസാനത്തെ പ്രധാന പ്രവചനം. 2026 അവസാനിക്കുന്നതിന് മുൻപ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ അധികാരം നഷ്ടപ്പെടുമെന്നും പുതിയൊരു നേതാവ് റഷ്യയുടെ ഭരണം ഏറ്റെടുക്കുമെന്നുമാണ് പ്രചരിക്കുന്ന മറ്റൊരു അവകാശവാദം. 2 ഘട്ടങ്ങളിലായി 18 വർഷത്തിലധികമായി പുടിൻ റഷ്യൻ രാഷ്ട്രത്തിൽ ആധിപത്യം പുലർത്തുന്നു. അദ്ദേഹം സ്ഥാനം മൊഴിയാൻ തയ്യാറെടുക്കുന്നതായി നിലവിൽ യാതൊരു സൂചനകളുമില്ല. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചും രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചും വർഷങ്ങളായി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അദ്ദേഹത്തിന്റെ സ്ഥാനചലനത്തിന് വഴിവെച്ചിട്ടില്ല. ആരായിരുന്നു ബാബ വാങ്ക എന്ന് കൂടി നോക്കാം. അവരുടെ പ്രവചനങ്ങൾ എത്രത്തോളം സത്യമാണ്? 1911 വാങ്കയിലെ ഈ പാന്തിയർ ബിമിത്രോവ എന്ന പേരിൽ ജനിച്ച ബാബ വാങ്ക ലോക പ്രശസ്തമായ ഒരു ഈ ബൾഗേറിയൻ അന്ധപ്രവാചകയും ഈ നാട്ടുവൈദ്യയുമായിരുന്നു എന്നുള്ളതാണ്. 12ാം വയസ്സിൽ ഉണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിൽ പെട്ടെന്നാണ് അവർക്ക് കാഴ്ച നഷ്ടമായത്. അതിനുശേഷമാണ് അവർക്ക് ഈ ദിവ്യദൃഷ്ടി ലഭിച്ചതെന്നാണ് പറയപ്പെടുന്നത്. 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണം, ഈ ചെർണോബിൽ ആണവ ദുരന്തം, ഡയാന രാജകുമാരിയുടെ മരണം, 2004 ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുനാമി, ഈ ബ്രെക്സിറ്റ് തുടങ്ങിയവയെല്ലാം തന്നെ പ്രധാന ചരിത്ര സംഭവങ്ങൾ ബാബ വാങ്ക മുൻകൂട്ടി പ്രവചിച്ചിരുന്നുവെന്ന് അവരുടെ അനുയായികൾ അവകാശപ്പെടുന്നു. അവരുടെ പ്രവചനങ്ങൾ 85% ഈ സത്യമായിട്ടുണ്ടെന്നാണ് ആരാധകരുടെ വാദം.